തുമ്പിക്കൈയിൽ നിന്നാണ് നമ്മൾ ചില രോഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കാം. കാരണം തുമ്പിക്കൈയുടെ അഗ്രഭാഗം ധ്വനിഭാഗം എപ്പോഴും ജലം കൊണ്ട് നിറഞ്ഞിരിക്കും. അത് ശരി. എപ്പോഴും ഒരു ഈർപ്പമുണ്ട്. നമസ്കാരം ശിവരാമൻ. നമസ്കാരം രാജേട്ടാ. ശിവരാമേട്ടന് നമുക്ക് ആനകളിൽ ഒരുപാട് അവയവങ്ങളുണ്ടല്ലേ, വാല് അങ്ങനെ. ഇതിൽ ശിവരാമേട്ടന് ഏറ്റവും പറയണം അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അവയവത്തെ പറ്റി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വർണ്ണിച്ചു തരാമോ? നിങ്ങളുടെ ഈ ഉദ്യമം നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് സമൂഹത്തിലെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളിൽ ഒന്ന് ആനയാണ്. മറ്റൊന്ന് സിംഹം, കടുവ, പുലി, ആന. ഈ 4 മൃഗങ്ങളാണ് ഇന്ന് ഭൂമുഖത്ത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവത്തിലൊന്ന് ഗജങ്ങൾ. ഗജത്തെ പരിപാലിച്ച് ജീവിക്കുന്ന എന്നെപ്പോലുള്ള അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നെക്കാട്ടിലെ ആനകളെ സംബന്ധിച്ച് നന്നായിട്ട് വിവരങ്ങൾ അറിയാവുന്നവരും ആനകളുടെ ഓരോ അവയവങ്ങളെ എടുത്ത് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് വിശദീകരണം തരാൻ കഴിവുള്ളവരും നമ്മുടെ കേരളത്തിൽ ധാരാളമുണ്ട്. അപ്പം അങ്ങനെ എന്നെക്കാട്ടിൽ ഉപരിയായിട്ട് അറിവുകൾ സമ്പാദിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ വചനങ്ങൾ ചെല്ലുമ്പോൾ അവത്തിൽ എന്തെങ്കിലും അപാകതകൾ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ സദയം ഇത് ശ്രവിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എനിക്ക് മാപ്പ് തരുന്നതിനോടൊപ്പം തന്നെ എൻ്റെ തെറ്റുകൾ തിരുത്തി തരണമെന്നുള്ള ഒരു അപേക്ഷയോടുകൂടി എനിക്ക് ഒരു ഗജത്തിലുണ്ടാകുന്ന അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ആനയുടെ തുമ്പിക്കൈ എന്ന് പറയുന്ന സാധനം. ഈ തുമ്പിക്കൈക്ക് ഏതാണ്ട് 1500ഓളം പരം കോശങ്ങളുണ്ടെന്നാണ് അനുമാനം. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തുമ്പിക്കൈ ഇല്ലാതെ ഒരു ആനയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യം. അത് ഏത് ഭാഗത്തേക്ക് വേണമെന്നാലും യഥേഷ്ടം വളയ്ക്കാനും തിരിക്കാനും സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ആന ശ്വസിക്കാൻ സാധിക്കുന്നു, ഭക്ഷണം എടുത്ത് കഴിക്കാൻ സാധിക്കുന്നു, ജലപാനത്തിന് ഉപയോഗിക്കുന്നു, ശത്രുക്കളെ നേരിടാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ആനയുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തുമ്പി എന്ന് പറയുന്നത്. വളരെയധികം പുറകോട്ട് വലിയുകയും എങ്ങനെ വേണമെന്നാൽ അത് ചുരുക്കാൻ ആനയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ ചുരുങ്ങിയിരിക്കുന്നത് നീട്ടാൻ സാധിക്കുന്നു. ഇതെല്ലാം ചെയ്യാവുന്ന ഒരു അവയവമാണ് തുമ്പിക്കൈ. ഈ തുമ്പിക്കൈയാണ് ആനയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരവയവങ്ങൾ. പക്ഷേ ആനയുടെ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട്, എന്നെ സംബന്ധിച്ച് കൂടുതലായിട്ട് അതുപോലെ തന്നെ ആനയുടെ ധ്വനി, തുമ്പിക്കൈ അഗ്രത്ത് കാണുന്ന ഒരു നാമ്പാണ്. ആനയുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ബലമാണ് അതിനുള്ളത്. കൊച്ചു സാധനങ്ങൾ പോലും അത് തറയിൽ നിന്ന് എടുക്കുവാൻ അത് സാധിക്കുന്നു. പിന്നെ ധ്വനി എന്ന് പറയുന്നു. അതാണ് ആനകളെ. ഇപ്പം ഈ ആനയുടെ തുമ്പിക്കൈ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്തും ആ കൈയെ നിശ്ചലമായി കിടക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. തുമ്പിക്കൈ ശ്വസനത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും അല്ലേ. പിന്നെ ഈ തുമ്പിക്കൈക്ക് നമുക്ക് സാധാരണ ആനകളിൽ, ഇപ്പം നാടൻ ആനകളിൽ കണ്ടുവരുന്ന എന്തെങ്കിലും കുഴപ്പങ്ങളോ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ടോ? തുമ്പിക്കൈയിൽ നിന്നാണ് നമ്മൾ ചില രോഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കാം. കാരണം തുമ്പിക്കൈയുടെ അഗ്രഭാഗം ധ്വനിഭാഗം എപ്പോഴും ജലം കൊണ്ട് നിറഞ്ഞിരിക്കും. അത് ശരി. എപ്പോഴും ഒരു ഈർപ്പമുണ്ട്. ആ ഈർപ്പം എപ്പോൾ അവിടെ ഇല്ലാതെ വരുന്നു, അവിടെ ഉണങ്ങുന്നു, ആ സമയത്ത് ആനകൾക്ക് പനി
എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, പനി രോഗമുണ്ടാവും. അതൊരു ഉൾക്കോൾ ആനയ്ക്ക് ഉള്ളിലെ പനിയാണ്. അത് കണ്ട് പനിക്ക് വേണ്ടുന്ന ഉടനെ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ആനയുടെ രോമങ്ങളൊക്കെ എഴുന്നു നിൽക്കും. അത് ശരി. ഈ രണ്ട് കാര്യങ്ങൾ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആനയ്ക്ക് പനിയാണ്. പനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉടനെ ഇത് കൂടുതലും കണ്ടുവരുന്നത് 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞാനകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രായമായ ആനകളിൽ അപൂർവമായിട്ട് മാത്രമേ ഇത് കണ്ടുവരുന്നുള്ളൂ. കുഞ്ഞാനകളിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്, പനി പിടിച്ച്. കാര്യം അത് അന്നേരം നല്ല രീതിയിൽ അതിന് സംരക്ഷണമോ ശ്രദ്ധിച്ച് മരുന്നോ അതിന് വേണ്ടുന്ന കാര്യങ്ങളോ ചെയ്തില്ല എങ്കിൽ ആന മരണപ്പെട്ടു പോകാൻ തന്നെ സാധ്യതയുള്ള ഒരു രോഗമാണ്. ഈ പല ആനകളും കൂപ്പുകളിലും മറ്റും പണിക്കൊക്കെ പോകാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിന് തുമ്പിക്കൈക്ക് ഒരു പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ആനയെ എങ്ങനെ വളരെയധികം ബാധിക്കും? ആനകളെ പണ്ട് തുമ്പിക്കൈയുടെ അഗ്രം മുറിഞ്ഞു പോകാറുണ്ട്, ഇടഭാഗം മുറിഞ്ഞു പോകാറുണ്ട്, പിന്നെ കിഴുത്ത വീഴാറുണ്ട്. ആന ഒന്നിലെ വക്ക ചങ്ങലയുമിട്ട് ഇങ്ങനെ കൈയെടുക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഇടയ്ക്ക് വന്ന് തുനിയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ തുന്നിച്ചേർത്ത് നന്നാക്കിയ ഭാഗങ്ങളുമുണ്ട്. പിന്നെ കൊമ്പനാനയാണ് ചില സമയത്ത് തടി മാറ്റുന്ന കൂട്ടത്തിലോ എന്തെങ്കിലും കുത്തുന്ന കൂട്ടത്തിലോ ചിലപ്പോൾ അറിയാതെ തുനിയെ അതായത് കയ്യെ കുത്താറുണ്ട്. അവിടെ ഇങ്ങനെ വന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തടിയുടെ ഇടയിൽ കയറിയിരുന്ന് ചെളിക്ക് പെട്ടെന്ന് ആ ജോലി ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ആനകൾ. എന്നാലും കഴിവതും ആനകൾക്ക് ഇതൊന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടുകൂടി, പിന്നെ കൈ നീളമുള്ള ആനകൾക്കാണ് കൂടുതലും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ തടിപ്പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പോൾ അവരെ വിമർശനാത്മകമായ ചില കാര്യങ്ങളെടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇന്നിപ്പോൾ കൂപ്പില്ല, ആനയ്ക്ക് തടിപ്പണി ഇല്ല, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പം വരുന്ന ഇന്നത്തെ കാലസ്ഥിതിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ വലിയ പ്രസക്തിയില്ല. അഥവാ ഇനി എന്തെങ്കിലും പരിക്കുകൾ വന്നാൽ നമ്മൾ ആ യഥാവിധി പ്രകാരം മരുന്നുകൾ വെച്ച് കഴിഞ്ഞാൽ അത് മാറാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ആനകളുടെ കുത്തിക്കെട്ട് ഒക്കെ ചെയ്ത് ചില ആനകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഒരു ചലനക്കുറവൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഉള്ളിലെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ആനയ്ക്ക് ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ തുമ്പിക്കൈ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന ആന തുമ്പിക്കൈ വിറയ്ക്കുക, എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, അത് ചെയ്യുമ്പോൾ അത് ആനയ്ക്ക് ആരോഗ്യമില്ല എന്നുള്ളൊരവസ്ഥ നമ്മളെ കാണിക്കുന്നു. അത് കണ്ട് നമ്മൾ യഥാവിധി ആനകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. രോഗലക്ഷണമാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഒരു മുട്ടുസൂചി ആണെങ്കിൽ കൂടി, ഒരു മണ്ണാണെങ്കിൽ അല്ലെ ഒരു പറ്റ അരിയാണെങ്കിൽ കൂടി ആനയ്ക്ക് അത് താഴെ നിന്ന് എടുക്കാൻ പറ്റും അല്ലേ? അതെ. അത് എന്താണെന്ന് വെച്ചാൽ ഈ ധ്വനിഭാഗം ആനയുടെ തുമ്പിക്കയുടെ അഗ്രഭാഗത്തോടാണ് ശ്വസിക്കുന്നത്. അപ്പം ആ വസ്തുവിനെ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുന്നതിനോടൊപ്പം ഈ ധ്വനിക്കൈയുടെ ഒരു സഹായം കൂടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ആനയുടെ കൈ വരുന്നു. അതാണ് അതിന് കാരണം. പലപ്പോഴും അതിശയമായിട്ടുണ്ട്. അത് തന്നെ എന്താണ്, പെട്ടെന്ന് ആന ഊതിയെടുക്കുക, ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ തുമ്പിക്കയുടെ ചെറിയൊരു സഹായം കൂടെ കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ വലിയൊരു അതിശയകരമായിട്ട് കാണുന്നു. പക്ഷെ ആനയെ സംബന്ധിക്കും അതൊരു അതിശയമല്ല. പറഞ്ഞ മനസ്സിലായി? അത് നമ്മൾ ആനകളെക്കുറിച്ച് നമ്മളത് ഓരോ അവയവങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് കാര്യം ആന പെട്ടെന്ന് ഊതി, അതായത് പേപ്പെട്ട് ശ്വാസം പിടിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് വസ്തു ഉള്ളിലോട്ട് വലിയും. അപ്പോൾ ധ്വനിക്കയോ ഒരു ചെറിയൊരു സഹായങ്ങളൊക്കെ ആന വിജയിക്കുന്നു. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പാപ്പാനുമായിട്ടുള്ള അടുപ്പം, അല്ലെങ്കിൽ അടുപ്പക്കാർ വരുമ്പം ചില ആനകൾ ട്രംപറ്റിംഗ് നിലം ചെല്ലാറുണ്ട് അല്ലേ? അപ്പം ഇതുമൊക്കെ ഒരു തുമ്പിക്കൈയുടെ ഉപയോഗിക്കുന്ന അല്ല. ആനകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആനകൾക്ക് ഘ്രാണശക്തി കൂടുതലാണ്. അപ്പോൾ ആ ഘ്രാണശക്തി കൂടുതൽ ഉള്ളത് കൊണ്ട് ആനയ്ക്ക് വെട്ടമില്ലാതെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതിന് ശ്രവണശക്തിയും ഘ്രാണശക്തിയും കൂടുതലുള്ള ഒരു ജീവിയാണ് ഗജങ്ങൾ. അതേസമയം കാഴ്ചശക്തി വളരെ കുറവാണ്. ആനയ്ക്ക് നേരെ മുൻവശം കാണാൻ ബുദ്ധിമുട്ടാണ്. കാര്യം രണ്ട് സൈഡിലോട്ടാണ് അതിൻ്റെ കാഴ്ച പോകുന്നത്. അതുകൊണ്ട് നേരെ മുൻപിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ഘ്രാണശക്തി കൂടുതലും ശ്രവണശക്തിയും ഘ്രാണശക്തിയും കൂടുതലുള്ളതുകൊണ്ട് ആനയ്ക്ക് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ
പ്രകാശം വേണ്ട, വെട്ടം വേണ്ട. അതുകൊണ്ടാണ് കാട്ടിലൊക്കെ അതാണ് കാട്ടിൽ ഏകദേശം രാത്രി കാലങ്ങളിലെ കൃഷിയിടങ്ങളിലൊക്കെ ആന ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ക്രാണശക്തി. അപ്പം നമുക്ക് ആന എന്തും അറിയുന്നത് ക്രാണത്തിൽ കൂടിയാണ്, മണത്താണ്. അതുപോലെ ക്രാണത്തിൽ കൂടി അറിയുന്ന ഒന്നാണ് നമ്മുടെ നായ്ക്കൾ, പട്ടികൾ. പക്ഷേങ്കിൽ പട്ടിയും ആനയും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ ആനയുടെ ക്രാണശക്തിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രാണശക്തി കൂടുതലായിട്ട് നിലനിൽക്കാനും ആനയുടെ മെമ്മറി കൂടുതൽ നിലനിൽക്കാനുമുള്ള, അതായത് ഓർമ്മശക്തി കൂടുതൽ കാരണങ്ങളുണ്ട്. ആനയുടെ ശരീരം വിസ്മയങ്ങളുടെ ഒരു കലവറയാണ്, രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. ആനകളുടെ ശരീരത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ മനുഷ്യരെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് രസായനങ്ങളെ കൊണ്ടും നവദ്വാരങ്ങളെ കൊണ്ട് 25,000 കോടി രോമകൂപങ്ങളെ കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അത് ജീവാത്മാവ്, പരമാത്മാവ്, പിന്നെ മജ്ഞ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നവദ്വാരങ്ങളാണ് നമ്മൾ പറയുന്നുവെങ്കിൽ ആനയ്ക്ക് 14 ദ്വാരമുണ്ട്. 14 നവദ്വാരങ്ങൾ കഴിഞ്ഞിട്ട് 2 കന്നത്ത് 2 ദ്വാരം, കന്നക്കുഴി. അപ്പോൾ 11 ആനകളുടെ കൊമ്പനാനകളുടെ മേലെണ്ണാക്കിൽ ഒരു 3 ദ്വാരമുണ്ട്. മേലെണ്ണാക്കിൽ തന്നെ അങ്ങനെ 14 ദ്വാരമുള്ള വിശിഷ്ടകരമായ അത്ഭുതങ്ങളുടെ ഒരു ശരീരവുമായിട്ട് നിൽക്കുന്നതാണ് ഗജങ്ങൾ. അപ്പം അതുകൊണ്ട് ഈ മേലെണ്ണാക്കിലെ 3 ദ്വാരമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ക്രാണശക്തിയെയും അതിൻ്റെ ചില മെമ്മറി, അതായത് ബുദ്ധിയെയും ഓർമ്മശക്തിയും ഒക്കെ കൂട്ടാൻ വേണ്ടി ആയിരിക്കാം ഈശ്വരൻ ഒരു പക്ഷെങ്കിൽ ഈ 3 ദ്വാരങ്ങൾ ആനയുടെ മേലെണ്ണാക്കിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിച്ചെടുക്കാം. അതിനെ സംബന്ധിച്ച പ്രൂഫുകളൊന്നുമില്ല, നമുക്ക് തെളിയിക്കപ്പെടാൻ നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അനുമാനമാണ് ഇത് പറഞ്ഞത്. ഇത്രയും വിവരങ്ങൾ നമുക്ക് തുമ്പിക്കൈയെ പറ്റി പറഞ്ഞു തന്നതിന് ശിവരാമേട്ടനും രാജുവേട്ടനും താങ്ക്സ്. അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും അറിയാനുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ശരി.